ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ആക്ട് ഫുഡ് എക്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ ഇടാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ കേരളത്തിൽ, അതായത് പാൻ ഇന്ത്യ ലെവലിൽ അത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, ശ്രീ ഉണ്ണി മുകുന്ദൻ പിന്നെ അദ്ദേഹത്തിൻ്റെ മാനേജർ വിപിൻ കുമാർ, അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അതിപ്പോൾ ഒരു പോലീസ് കേസ് വരെ ആയിരിക്കുകയാണ്. ആക്ച്വലി ഞാനിത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഞാൻ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് താല്പര്യമായിട്ട് നടക്കുന്ന ഒരാളാണ്. വളരെ ഇഷ്ടമാണ് സിനിമ. അപ്പോൾ യാദൃശ്യ ഞാൻ മാർക്കോയിലൊന്ന് ജസ്റ്റ് തല കാണിച്ചു. അത് ഒരു ചെറിയ കഥയാണ്. അപ്പോൾ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് ആയിട്ട് വന്നതാണ്. ഉണ്ണി ചേട്ടൻ്റെ കൂടെ ഒരു ഫൈറ്റ് സീക്വൻസ് എനിക്ക് ചെയ്യാൻ പറ്റി. അതായത് ഫിലിം തുടങ്ങിയൊരു ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു റിങ്ങിൽ, അതായത് ബോക്സിങ് റിങ്ങിൽ കേജിൽ വെച്ചൊരു ഷണ്ടുണ്ട്, ഒരു ഫൈറ്റ് സീനുണ്ട്. രമേശ് കോ ആക്ടർ രമേശ് ആയിരുന്നു പുള്ളിയായിട്ട്, ഉണ്ണിച്ചേട്ടനായിട്ട്. അപ്പോൾ അതിൽ എനിക്കും ചെറിയൊരു സീക്വൻസ് കിട്ടി ഉണ്ണിച്ചേട്ടനുമായിട്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർട്ട് കൊച്ചി ആയിരുന്നു ലൊക്കേഷൻ. ഓൾമോസ്റ്റ് 4-5 ഡേയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് നമുക്കൊരാഗ്രഹമുണ്ട്, ആദ്യമായിട്ടാണല്ലോ ഒരു ആക്ടറിനെ ഇത്ര അടുത്ത് കിട്ടുന്നത്, ഇൻട്രാക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊരു എപ്പോഴും ഡെക്കോറം കീപ്പ് ചെയ്യണമല്ലോ. അത് കാരണം അവരെ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവരൊക്കെ കഥാപാത്രം മനസ്സിലിട്ടു, അതിനെ ശരീരത്ത് കാണിക്കണം, മുഖത്ത് കാണിക്കണം. മാത്രമല്ല ആ ടൈമിൽ അദ്ദേഹം, അതായത് ഈ ഉണ്ണി മുകുന്ദൻ, ഒരുപാട് സ്ട്രഗിൾ എടുത്ത് ബോഡിയൊക്കെ കട്ട് ചെയ്തിട്ട്, ഫാറ്റൊക്കെ പെർസെൻറ്റേജ് ഒരുപാട് കുറച്ച് ഷ്രെഡഡ് ആയിരുന്നു. വളരെ കഷ്ടപ്പാടാണത്. ആക്ച്വലി ഞാനും ചെറിയ തോതിൽ ബോഡി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്, എക്സസൈസും ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ്. സോ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് ഷൂട്ട് കഴിഞ്ഞു. അപ്പം എന്നെ ആക്ച്വലി ക്രൗഡിൽ നിന്ന് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ ആക്ച്വലി എന്നെ സെലക്ട് ചെയ്യുന്നത് ശ്രീ ഹനീഫ് ഹദനി സാറിൻ്റെ വൺ ഓഫ് ദ അസിസ്റ്റൻ്റാണ്, ഹരിചേട്ടൻ. അദ്ദേഹമാണ് എന്നെ ആ ക്രൗഡിൽ നിന്ന് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഞാനത് ചെയ്തു. ഒരു റിങ്ങിൻ്റെ മുകളിൽ ആക്ച്വലി ഒരു കേജാണ്, നല്ല വലിപ്പമുള്ള ഒരു 10-12 അടി പൊക്കം കാണും. അതിന് 12 അടി അല്ല, അതിന് മുകളിൽ എൻ്റെ പൊക്കത്തിൽ വലിഞ്ഞു പിടിച്ച് കയറണം. അപ്പം കയറിയുമ്പോൾ ഞാൻ റിങ്ങിലോട്ട് ഇറങ്ങാൻ അകത്തോട്ട് ഇറങ്ങാൻ, ഉണ്ണിച്ചേട്ടനായിട്ട് ഒപ്പോണൻ്റായിട്ട് അകത്തോട്ട് ഇറങ്ങാൻ നോക്കും. ഉണ്ണിച്ചേട്ടൻ എന്നെ കിക്ക് ചെയ്ത് തൊഴിച്ച് താഴെ ഇടുന്നൊരു സീനാണ്. അത് വളരെ ചെറുതായിട്ടേ ഉള്ളൂ. അത് ഒരു കാണണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ടേക്ക് എടുക്കാൻ വന്നപ്പോൾ തന്നെ ഉണ്ണിച്ചേട്ടൻ വന്നു. അപ്പോൾ എന്നെ മറ്റേ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്, ഗാർഡൊക്കെ കെട്ടി, റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. കാരണം മേളിൽ നിന്ന് വീഴുന്നൊരു സീക്വൻസ് അല്ലേ. അപ്പോൾ പുള്ളിക്കാരൻ ചവിട്ടിയിടുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ എന്നോട് ആദ്യം പറയുകയും ചെയ്തു, ഞാൻ ശരിക്ക് ചവിട്ടും, ശരിക്കും ഞാൻ കിക്ക് ചെയ്യും, മാറിക്കോണം. മാറാൻ പറ്റുമോ, ഇങ്ങനെ ഒരു ഇതിലാണ് പുള്ളി ചോദിച്ചത്. അപ്പോൾ ഞാൻ മനസ്സിൽ തന്നെ അപ്പോൾ ആലോചിച്ച്, പുള്ളി എന്തോ ഇങ്ങനെ പറയുന്നത്, നമുക്ക് തുടക്കക്കാരെന്നുള്ള രീതിയിൽ അങ്ങനെ പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് മാറും, ഓക്കെ ഞാൻ ഓക്കെ. ആ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് വന്ന് അതിൻ്റെ ഫസ്റ്റ് ടേക്കായിരുന്നു പോയത്. ഫസ്റ്റ് ടേക്ക് തന്നെ ദൈവം സഹായിച്ച് ഞാനത് ഓക്കെ ആക്കി. ആ ടേക്ക് ഡയറക്ടറിന് ഓക്കെ ആയി. അപ്പോൾ അതിൻ്റെ ബിഫോർ ദാറ്റ് സ്റ്റൺ മാസ്റ്റർ വന്നെല്ലാം കാര്യങ്ങൾ പറഞ്ഞത് എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ടൈമിങ്ങിൻ്റെ കാര്യം. എന്തായാലും എനിക്ക് കറക്റ്റ് ടൈമിങ് കിട്ടി, ഞാനത് കറക്റ്റ് ചെയ്തു. ഒരു നല്ലൊരു ഐഡിയ കിട്ടി. അതെൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ ഉണ്ണിച്ചേട്ടൻ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. പുള്ളിയപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ച്, അത് ആക്ച്വലി പുള്ളി അത് സീരിയസ് ആയിട്ട് സംസാരം. പുള്ളിയുടെ
മനസ്സിൽ, കാരണം ശരീരത്തിലും മനസ്സിലും ആ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സീരിയസ്നെസ് ആയിട്ട് പുള്ളി പറഞ്ഞതാണ്. മനസ്സിലായി. കാരണം റീടേക്കൊക്കെ എടുക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളി അത് കഴിഞ്ഞ് വന്ന് കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു, എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പം ഇടയ്ക്ക് ഇങ്ങനെ ഷൂട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബ്രേക്ക് പോലെ, ബ്രേക്കല്ല, ചെറിയ അങ്ങോട്ട് ലൈറ്റ് മാറ്റണം അതും ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാനും പുള്ളിയോട് പോയി സംസാരിച്ചു, ചുമ്മാ സംസാരിച്ച്. അപ്പോൾ ഒരു ചെയറിൽ പുള്ളി മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ തുടക്കം ഇട്ട്, കാരണം പുള്ളി എങ്ങനെ ഡയറ്റൊക്കെ ഇപ്പോഴും പോകുന്നുണ്ടോ അതായതെന്നൊക്കെ പറഞ്ഞത്. ആ ഒരൊറ്റ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പുള്ളിയെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന മൊബൈൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങി. പുള്ളിക്ക് ഇഷ്ടമുള്ള മേഖലയാണ്. പുള്ളിക്ക് ആ പാപ്പിടിച്ച മനുഷ്യന് സിനിമ, ബോഡി ബിൽഡിങ്, നല്ല ഭക്ഷണം, അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പുള്ളിയുടെ ലോകം. പുള്ളി ഒരുപാട് സംസാരിച്ചു. ആക്ച്വലി ഞാൻ പറഞ്ഞു, ഞാനും ചെറിയ തോതിൽ ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എൻ്റെ ശരീരം ഇച്ചിരി പ്ലംപിയാണ്, എൻ്റെ എവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ഡയറ്റൊന്നും ഇല്ല, ജസ്റ്റ് വർക്കൗട്ടൊക്കെ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തായാലും വർക്കൗട്ടിന് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ ഡയറ്റും എടുത്താൽ എന്താ കുഴപ്പം. അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് പുള്ളിയുടെ വർക്കൗട്ട് റൊട്ടീൻസ്, രീതികൾ, ഡയറ്റ് അതെല്ലാം പറഞ്ഞു, കുറേ സംസാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നൊരു 15 to 20 minutes സംസാരിച്ചു കേട്ടോ. അത്ര നേരം പുള്ളി നല്ല എൻഗേജ്ഡ് ആയിട്ട് സംസാരിച്ചു, യാതൊരു അതൃപ്തിയും കാണിച്ചില്ല. ഞാൻ സംസാരം നിർത്തി പോകുന്നത് വരെ അദ്ദേഹം മൊബൈൽ വെച്ചിട്ടില്ല. ഞാൻ പിന്നെ അവസാനം വന്ന് ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞ് സംസാരിക്കും, ഞാൻ നിർത്തിയപ്പോഴാണ് പുള്ളി ശരിയെന്ന് പറഞ്ഞ് പിന്നെ മൊബൈൽ എടുത്തത്. അങ്ങനൊരു മനുഷ്യനാണ്. എനിക്ക് വർഷങ്ങളായിട്ടുള്ള പരിചയം അങ്ങനെയൊന്നുമില്ല, അത്രയും നാളത്തെ കുറച്ച് പരിചയം, പിന്നെ അത്രയും സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്തുള്ള ഒരു പരിചയം എനിക്ക് അത്രയേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇതാണ് അങ്ങനെ ഒരിത്. പിന്നെ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് മാർക്കോയിൽ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തു. അതിൻ്റെ റെഫറൻസിൽ എനിക്ക് എമ്പുരാനിലും കിട്ടിയായിരുന്നു. ആസ് ടൊവിനോ എന്ന CM ആണല്ലോ, CMൻ്റെ പേഴ്സണൽ ഗൺമാനായിട്ട്. ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും നല്ലൊരു ഫ്രെയിം കിട്ടി, അതിലും സന്തോഷം. വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ്. പിന്നെ ഇതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മാനേജർ വിപിൻ കുമാർ, ഉണ്ണി മുകുന്ദൻ പറയുന്നത് ഈ വിപിൻ കുമാർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ മാനേജർ അല്ല എന്നാണ്. ഓക്കെ, ഈ വിപിൻ കുമാർ പറയുന്നത് പുള്ളിയാണ് മാനേജർ എന്നുള്ളത്, ഉണ്ണി മുകുന്ദൻ്റെ മാനേജർ എന്നുള്ള രീതിയാണ് പുള്ളി സംസാരിക്കുന്നത്. പിന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്നുള്ളത് നേരാണ്, നടന്നിട്ടുണ്ടെന്നുള്ളത് നേരാണ്. പക്ഷേ എന്താണ് ആ ഇഷ്യൂ എന്നുള്ളത് രണ്ടുപേരും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ വിപിൻ കുമാർ പറയുന്നത് അദ്ദേഹത്തെ ഉണ്ണി മുകുന്ദൻ അടിച്ചു എന്നാണ് പറയുന്നത്. ഫ്ലാറ്റിൽ വന്ന് പാർക്കിങ്ങിൽ അടിച്ചു, അതിൻ്റെ CCTV വിഷ്വൽസൊക്കെ ഉണ്ട് എന്ന്. ശ്രീ ഉണ്ണി മുകുന്ദൻ പറയുന്നത് അടിച്ചിട്ടില്ല, കാരണം നല്ല ഹീറ്റഡ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻറ്റും ടോക്കും നടന്നു. സോ ഈ വിപിൻ കുമാർ ആ സമയം ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അത് വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ് കിട്ടില്ല, അത് പുള്ളി പറയുന്നൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഹീറ്റഡ് ആയിട്ട് നിൽക്കുമ്പോൾ പുള്ളി ജസ്റ്റ് തട്ടിത്തെറിപ്പിച്ചു എന്നാണ് അത് പുള്ളി സമ്മതിക്കുന്നുണ്ട്, ഉണ്ണി മുകുന്ദൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മിസ്റ്റർ വിപിൻ കുമാർ പറയുന്നത് അടിച്ചു, സ്റ്റിൽ വധഭീഷണി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് എന്താണേലും പോലീസ് അന്വേഷിക്കട്ടെ, സത്യാവസ്ഥ തെളിയിക്കട്ടെ. ശ്രീ ഉണ്ണി മുകുന്ദൻ വളരെ സ്ട്രോങ് ആയിട്ട് വന്നിരുന്ന മീഡിയയുടെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ CCTV വിഷ്വൽസിൽ ഞാൻ, അതായത് ഉണ്ണി മുകുന്ദൻ വിപിൻ കുമാറിനെ അടിക്കുന്നതായിട്ട് എന്തെങ്കിലും ഒരു വിഷ്വൽ ഉണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദന് ഈ ഫിലിം കരിയർ അങ്ങ് നിർത്തും എന്നാണ്, അഭിനയ ജീവിതം നിർത്തും എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം അവിടെ CCTV വിഷ്വൽസ് ഉണ്ട്, അത് ചെക്ക് ചെയ്യണം. അത് പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അന്വേഷണം നടക്കട്ടെ, പ്രോപ്പറായിട്ട് നടക്കട്ടെ. പിന്നെ ഈ ടൊവിനോയുടെ നരിവേട്ട ഇറങ്ങിയല്ലോ, അപ്പോൾ അതും ഇതുമായിട്ട് കോറിലേറ്റ് ചെയ്ത്, അതായത് ഈ വിപിൻ കുമാർ പറഞ്ഞിരുന്നു ആ ഫിലിമിൻ്റെയും എന്തോ പ്രൊമോഷൻ്റെയോ മറ്റോ ഭാഗമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, അതിനെ സപ്പോർട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ എവിടോ വട്ടവർ.
അപ്പോൾ അത് കണ്ട് ശ്രീ ഉണ്ണി മുകുന്ദൻ പുള്ളിക്ക് ഹാലിളകി എന്നാണ്, വന്നു ഹാലിളകി, അത് ചോദ്യം ചെയ്യാൻ വന്നു, അടിച്ചു എന്നാണ് ശ്രീ വിപിൻ കുമാർ പറയുന്നത്. അതും ഞാൻ പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ ആർഗ്യുമെൻറ്റും തെറ്റാണെന്ന് പറയുന്നില്ല. അതും അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിച്ച് നെല്ലും പതിരും വേർപിരിച്ച് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ വിപിൻ കുമാർ എന്ന് പറയുന്നത് ആക്ച്വലി ഉണ്ണി മുകുന്ദൻ്റെ പെയ്ഡ്, അതായത് സാലറീഡ് ആയിട്ടുള്ള ഒരാളെ സ്റ്റാഫാണെന്ന് ഒരിക്കലും ഈ വിപിൻ കുമാർ പറയുന്നില്ല. വിപിൻ കുമാർ പറയുന്നത് ഈ ഒരു പ്രൊഫഷണൽ മാനേജർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ മന്ത്ലി സാലറി ബേസിസിലല്ല നിൽക്കുന്നത്. പിന്നെ എന്താണ് എന്നുള്ളത് എനിക്കും അറിയില്ല, അത് പുള്ളി അത് പറഞ്ഞിട്ടില്ല എങ്ങനെയാണെന്ന്. പുള്ളിക്ക് ഒരാളുടെ കൂടെ 6 വർഷമായിട്ട് ഉണ്ണി മുകുന്ദൻ്റെ കൂടെ ഈ വിപിൻ കുമാർ നിൽക്കുന്നുണ്ടെന്ന് പറയുന്നു. നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മോണിറ്ററിങ് ആസ്പെക്റ്റ് ഇല്ലാതെ ആരും അങ്ങനെ നിൽക്കില്ല. സോ അത് എന്താണെന്ന് പുള്ളി ഇതൊരു തെളിച്ച് പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ വിപിൻ കുമാർ എങ്ങനെയാണ് സാമ്പത്തിക ഇടപാട് അവർ തമ്മിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ഉണ്ട്, ഫിലിം പ്രൊമോഷനൊക്കെ ഉണ്ട്. ഈ വിപിൻ കുമാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ അവിടെ പറഞ്ഞിട്ടുണ്ട് പുള്ളി 15 വർഷത്തിന് മേളിലായി, 18 വർഷമായി ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടെന്ന്. അപ്പോൾ ഓൾമോസ്റ്റ് പുള്ളി എല്ലാവർക്കും അറിയാം. എൻ്റെ ഒരു ഡൗട്ട് പറഞ്ഞാൽ, ഞാൻ മാർക്കോടെ ഫിലിംസ് ഫോട്ടോ ജി സെറ്റിൽ ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ കാരവാനിൻ്റെ അടുത്ത് പുള്ളിയെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇപ്പോൾ കാണും, സ്വാഭാവികം, എത്ര ഓർക്കുന്നില്ല. ഈ ഇൻസിഡൻറ്റും വന്ന് പുള്ളിയുടെ ഫോട്ടോയും വിഷ്വൽസൊക്കെ വന്നപ്പോൾ അങ്ങനെ ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ ഈ വിപിൻ കുമാർ പറയുന്നത് പുള്ളി ഈ ഫെഫ്കയിലും അമ്മയിലും പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരും അവരായിട്ടുള്ള രീതിയിൽ അന്വേഷിക്കട്ടെ. ഈ ഓഫ് കോഴ്സ് ഈ ഉണ്ണി മുകുന്ദൻ അദ്ദേഹവും ഒരു ഉന്നത പോലീസ് മേധാവിക്ക് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അന്വേഷിക്കാനായിട്ട്. അതിൻ്റെ ഭാഗത്ത് നടക്കട്ടെ. പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഉറപ്പായിട്ടും ഇതിനകത്ത് സത്യാവസ്ഥ പുറത്തു വരണം. തേഞ്ഞു മാഞ്ഞ് പോയി ഒരു സൗഹൃദത്തിൽ, അല്ലെങ്കിൽ ഇതൊരു സെറ്റിൽമെൻറ്റിൽ പോകരുത്. അന്വേഷണം നടന്ന് ഇത് പുറത്തു വരണം. എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ, അതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നാഷണൽ ലെവൽ ന്യൂസ് വരെ എത്തി. കാരണം ഈ മാർക്കോ എന്നുള്ള ഫിലിം കേരളം വിട്ട് അങ്ങ് നോർത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ഭയങ്കരമായിട്ട് കയറി ഫയറായ ഒരു ഫിലിമാണ് മാർക്കോ. അപ്പോൾ ഈ ന്യൂസ്, കാരണം ഉണ്ണി മുകുന്ദൻ ഒരു ഫെയിമാണ് ഇപ്പോൾ അവിടെ നോർത്തിൽ പോലും. അപ്പോൾ ഇങ്ങനൊരു അലിഗേഷൻ, ഇങ്ങനൊരു ഹീറ്റഡ് ന്യൂസ് വരുമ്പോൾ അവിടെയും അത് പോപ്പപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അവിടുത്തെ ഐ തിങ്ക് NDTV അങ്ങനെ എന്തോ അവർ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തും വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പുള്ളിയെ സംബന്ധിച്ച് അതൊരു ബാഡ് ഇമേജായിട്ട് വന്നു കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ അത് പുള്ളിയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈസ് ഇന്നസെൻറ്റ് എന്ന് പുള്ളിക്ക് പ്രൂവ് ചെയ്യണം. അത് ഇന്നസെൻ്റ് ആണെങ്കിൽ പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇത്രയൊക്കെയാണ്. ബൈ.